എബി. ഞാൻ മുളങ്ങുന്ന് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ഏപ്രിൽ 15-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ 5:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഉടമ്പടി എടുക്കാൻ വേണ്ടി. ഇവിടെ വരാൻ 2.5 മണിക്കൂർ മതി. പക്ഷേ ഇവിടെ വന്നത് 12:30 കഴിഞ്ഞു. കാരണം ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം വന്ന വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയും അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ തൊട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുത്ത് വെളിയിൽ പോകണമെന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും മാതാവ് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണമെന്നാണ്. എൻ്റെ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞത് വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടിയായിരുന്നു. വീടും സ്ഥലവും വിൽക്കുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് വീടും സ്ഥലവും ഉണ്ടായിരുന്നു. പക്ഷെ അത് വിൽക്കാൻ പറ്റുന്നില്ല. കുറേ ആളുകൾ വന്ന് നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് നോക്കും, പക്ഷേ അതിനെക്കുറിച്ചൊന്നും പിന്നെ പറയാം അല്ലെങ്കിൽ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് വിടുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അത് നടക്കുന്നില്ലാതെ വന്നപ്പോഴത്തേന് ഞാൻ ആദ്യമായിട്ട് വെച്ച നിയോഗം ഇതമ്മേ എൻ്റെ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടി അനുഗ്രഹിക്കണമെന്നായിരുന്നു. രണ്ടാമതിൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ ഒരു ഭവനമില്ലായിരുന്നു. ഭവനം എന്ന് പറഞ്ഞാൽ പഴയ വീടുണ്ടെങ്കിൽ പോലും അത് വളരെയേറെ പഴക്കം ചെന്നതായിരുന്നു. അപ്പം മഴയൊക്കെ പെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പലതരം ബുദ്ധിമുട്ടുകളായിരുന്നു. ആ ബുദ്ധിമുട്ടുള്ള സമയത്തും നമ്മൾ പറ്റത്തില്ല. അപ്പം പുതിയൊരു ഭവനം നൽകണമെന്നായിരുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗം. ആ നിയോഗത്തിൽ അമ്മ എന്നെ സാധിച്ചു തന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തു തുടങ്ങി. ആദ്യമേയൊക്കെ ഉടമ്പടി മുന്നോട്ട് പോകാൻ സാധിച്ചു. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേനും പിന്നെയും തടസ്സങ്ങളാണ്. പ്രാർത്ഥനയെല്ലാം പറ്റുന്നില്ല, ക്ഷീണം, തളർച്ച, അങ്ങനെയൊക്കെ ഭയങ്കരമാണ്. അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ നെറ്റിയിൽ പുരട്ടും. പിന്നെ വിശുദ്ധ കുർബാനയിൽ ഞാൻ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുള്ളതാണ്. എങ്കിൽ പോലും ഡെയിലിയുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറില്ലായിരുന്നു. കാരണം അങ്ങനെ വിശുദ്ധ കുർബാന ഞായറാഴ്ച ഒരു ദിവസം കാണാം എന്നുള്ളൊരിതേ ഉള്ളൂ. എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ളൊരിതും ഇല്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ദിവസവും ഇന്ന് വരെയും വിശുദ്ധ കുർബാന രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ കൂടി ജോലി കഴിഞ്ഞ് വൈകിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കഴിഞ്ഞാണ് ഞാൻ വരാറുള്ളൂ. അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ കേസ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും നടക്കാതെ വന്നപ്പം ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണുകയുണ്ടായി. ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, തലയിൽ കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ നടക്കും, നീ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് അമ്മയോട് വാക്ക് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ വീട് സ്ഥലവും വിൽക്കുവാണെങ്കിൽ ഞാനിവിടെ വന്ന് ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് വീട് സ്ഥലവും വിൽക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ നിയോഗമായ എൻ്റെ വീടിൻ്റെ പുതിയൊരു വീട്, നല്ലൊരു വീട്, ഒന്നും ആഗ്രഹിക്കാത്തൊരു നല്ലൊരു സ്ഥലത്ത് എനിക്കൊരു നല്ലൊരു വീട് നൽകുവാൻ എൻ്റെ അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട്. വളരെയധികം നന്ദിയുണ്ട്. മൂന്നാമത്തെ എൻ്റെ നിയോഗം, ഈ വെയിറ്റൊക്കെ ജോലി എടുക്കുമ്പോൾ എൻ്റെ കൈകളിൽ വെയിറ്റ് എടുക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു കൈകൾക്കൊക്കെ. കാരണം ചെറിയൊരു വെയിറ്റ് എടുത്താൽ പോലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. എന്നെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാലും പിന്നെ അത് മരുന്ന് കഴിക്കും, പിന്നെയും പോവും, പിന്നെയും വരും, പിന്നെയും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എന്നാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു ഒന്നും കുറയുന്നില്ല. ഞാൻ എന്നും പ്രാർത്ഥന കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കൈകളിൽ ഉടമ്പടി തൈലം ഞാൻ തേക്കുന്ന ഫലമായിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെയും എനിക്കൊരു വേദനയില്ല. എൻ്റെ മാതാവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് എൻ്റെ അനിയത്തിയുടെ ജോലിയാണ്. ജോലി എന്ന് പറഞ്ഞാൽ ആദ്യമേ ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവൾ ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെ ചിരിക്കുമായിരുന്നു. ജോലിയൊന്നും കിട്ടുന്നില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചമ്മ എൻ്റെ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചമ്മ എൻ്റെ അനിയത്തിക്ക് ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ജോലി അവൾക്ക് നൽകി എൻ്റെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ അനേകായിരം എനിക്ക് അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. ഉടമ്പയിൽ വെക്കാത്തൊരു നിയോഗമായിരുന്നു ഞങ്ങളുടെ സ്ഥലത്തൂടെ ഒരു ഓട പോകുന്നുണ്ട്. ആ ഓടയ്ക്ക് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഓടയാണ്, പക്ഷേ അത് കലുങ്കിലോട്ടാണ് വെട്ടിവിടുന്നത്. കലുങ്കൊണ്ട് എങ്കിൽ പോലും നമ്മുടെ സ്ഥലത്തോട് വെട്ടിവിടണമെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം നമുക്കെതിരെ തിരിയുകയും എല്ലാം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഞാൻ വേറുമായിരുന്നു ആ സ്ഥലത്തുകൂടി. അതിൻ്റെ ഫലമായിട്ട് ഓടയിലൂടെ തന്നെ കലുങ്കിലോട്ട് തന്നെയാണ് വെട്ടിവിട്ടിരിക്കുന്നത്. അത് തന്നെ വലിയൊരു ഉപകാരമാണ്. കാരണം ആ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് പിന്നെ ഇല്ല, അതുപോലെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അത് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഹോസ്പിറ്റലുകളിൽ പോയി ഞാൻ ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പരിചരിക്കാൻ പോകുമായിരുന്നു. എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ എല്ലാവരെയും പരിചരിക്കുമായിരുന്നു. വീടുകളിലാണെങ്കിലും പോയി ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണെങ്കിലും ഒരു ദിവസം ഞായറാഴ്ച കൊള്ളു, ഒരു ദിവസം എങ്കിൽ പോലും ഞാൻ എല്ലാ വീടുകളിലും കൊണ്ടുപോയി പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെ കുറേ പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചു. അമ്മയുടെ നാമത്തിൽ ഈ അനുഗ്രഹങ്ങൾ തന്ന 1000 നന്ദി പറയുന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ആയിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് ബൈബിൾ വായിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ സമയം നോക്കാറില്ല, ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. അതുപോലെ പള്ളിയിൽ പോകുന്ന കാര്യങ്ങൾക്കാണെങ്കിലും ആദ്യം തന്നെ പള്ളിയിൽ പോവുക, അല്ലെ രാവിലെ പോയി പള്ളിയിൽ കൂടുക, അല്ലെ വൈകിട്ട് പള്ളിയിൽ കൂടുക എന്നുള്ളൊരിതേ കൂടുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ
പ്രാർത്ഥന ചെല്ലും, കുടുംബ പ്രാർത്ഥന മാത്രമേ ചെല്ലുള്ളൂ, അല്ലാതൊരു പ്രാർത്ഥന ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കൂടെ നടക്കുമ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുകയും മറ്റ് പ്രാർത്ഥനകൾ ചെല്ലുവാൻ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ചെറുപ്പക്കാരൻ നമ്മുടെ അടുക്കൽ സാക്ഷ്യം പറയുന്ന ഈ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റവും ഒപ്പം ലഭിച്ച അനുഗ്രഹങ്ങളെയും കുറിച്ചാണ് നമ്മൾ സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോട് പരിശോധിക്കുമ്പോൾ ഉടമ്പടി എടുത്തേക്കാം എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്ന് ആൾക്കാരെ നിൽക്കുമ്പോഴും അല്ല ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോഴൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കാരണം ഇത് ഉടമ്പടി എപ്പോഴും ആരാധനയിലും അല്ലാതെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇത് ദൈവവുമായിട്ട് നമ്മൾ ഡയറക്റ്റ് കണക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യ ദൈവബന്ധമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതിൽ പരിശുദ്ധ അമ്മ ഒരു മധ്യസ്ഥയായിട്ട് നിലകൊള്ളുക. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ദൈവം കൂടുതൽ അനുഭവിക്കാനായിട്ട് അവൻ അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ ദൈവത്തിൻ്റെ അക്കിലേക്ക് വരുന്ന ഒരു അത്ഭുതത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഒരു വ്യക്തി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയേക്കാന്നല്ല, ഒരു വ്യക്തി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സ്വന്തം ജീവിതത്തിൻ്റെയും ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ കൈമാറ്റം ചെയ്തേക്കാം, ഒരുപാട് നന്മകൾ ചെയ്തേക്കാം എന്നുള്ള വലിയൊരു പ്രഖ്യാപനവും വലിയൊരു വാഗ്ദാനവും ദൈവത്തിന് കൊടുക്കുന്നതാണ് ഉടമ്പടി ചെയ്തേക്കാം എന്ന് പറയണത്. അപ്പോൾ ആ ഒരു വാഗ്ദാനവും പ്രഖ്യാപനം ഒരു വ്യക്തി ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവം ആ യാത്രയെ ആശീർവദിക്കുന്നതാണ് ഈ കാണുന്ന സാക്ഷ്യങ്ങളൊക്കെയും. ഈ മകൻ തൻ്റെ വ്യക്തി ജീവിതത്തിൽ വെച്ച അനുഭവങ്ങൾ, ഇപ്പോൾ വീടും സ്ഥലത്തിൻ്റെ കാര്യമാണെങ്കിലും വ്യക്തിപരമായിട്ട് ലഭിച്ച സൗഖ്യമാണെങ്കിൽ ഇതെല്ലാം ഒരു ദൈവികമായിട്ടുള്ള ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ജീവിതത്തിനോടൊപ്പം ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു തെളിവായിട്ടാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് താനും. അപ്പോൾ ഇനിയും ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം ഇനിയും കൂടുതൽ അനുഭവങ്ങളുണ്ടായി ഇതുപോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്കും അല്ലെങ്കിൽ ക്രിസ്തു കൈമാറ്റത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ വ്യക്തിപരമായിട്ട് ബോധ്യപ്പെടുവാൻ ഈ ഉടമ്പടി ജീവിതം ഈ മകൻ ഇനിയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി വ്യക്തിക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും അപ്പോൾ അതിലേക്ക് നയിച്ച എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് അനിൽ ആൻ്റണി. ഞാൻ വരുന്നത് മൈസൂരിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ കൊല്ലം മാർച്ചിലാണ്. ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം മുഖ്യമായിട്ടും മദ്യപാനമാണ്. അപ്പോൾ എനിക്കിതിനെ തോന്നി തുടങ്ങി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന്. അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു ഇത് എങ്ങനെയും മാറ്റണം. അപ്പോൾ ഉടമ്പടിനെ പറ്റി ഞാൻ യൂട്യൂബിൽ കാണുകയും ചിലർക്ക് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു സമയമോ അല്ലെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റോ ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഹൈ പ്രൊഫൈൽ ഫയല് എൻ്റെ കസ്റ്റഡിയിലായിരുന്നത്. ആ ഫയല് കാണാണ്ടായി. ഈ ഫയല് കിട്ടിയില്ലെങ്കിൽ എൻ്റെ 28 കൊല്ലത്തെ സർവീസും പെൻഷനും ഇല്ല, ചിലപ്പോൾ അങ്ങനെ തന്നെ ജയിലിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു, മാധവ് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. ഫയല് കിട്ടണം, ഇതാണ് മെയിനായിട്ട് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് പോയി ഉടമ്പടിയിലെ വ്യവസ്ഥകളെല്ലാം എൻ്റെ കയ്യിലാവും വിധം എല്ലാം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞു, ഒരു 6 മാസം കഴിഞ്ഞു, ഒരു അനക്കില്ല, ഫയലും കിട്ടുന്നില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. പിന്നെയും മാതാവിന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, ഈശോട് പറയാം എനിക്ക് ഫയൽ കിട്ടണം, ഫയൽ കിട്ടിയില്ലെങ്കിൽ എന്താവാന്ന് അമ്മയ്ക്കറിയാം. അതിനിവിടെ ഉണ്ടാകുന്ന സ്ഥിതികൾ, അതിൻ്റെ സിറ്റുവേഷൻസ്, കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, നെക്സ്റ്റ് അപ്പൻ ജയിലിൽ പോയാൽ മക്കൾക്കുണ്ടാകുന്ന പ്രോബ്ലംസ്, ഇതൊക്കെ അമ്മയ്ക്കറിയാം. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു 6 മാസം മുമ്പ് എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യണ ഒരു ചെക്കൻ വന്നിട്ട്, എൻ്റെ സബോർഡിനേറ്റാണ്, ആ മതി പറഞ്ഞ് സാറ് അന്വേഷിച്ചിരുന്ന ഫയൽ ഇതാണെന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ അത് ആ ഫയലാണ്. ഇത് ആരെടുത്ത്, എവിടെ എടുത്ത്, എങ്ങനെ എടുത്തെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഫയല് കിട്ടി. ഫയല് കൊടുക്കേണ്ട ആൾക്ക് തിരിച്ച് ഫയല് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം മാതാവ് സാധിച്ചു തന്നു. ഈശോ അനുഗ്രഹിച്ചു. പിന്നെ മദ്യപാനം, ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല. ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ കഴിക്കാൻ വേണ്ടാത്ത സാഹചര്യം ഉണ്ട്. എൻ്റെ സബോർഡിനേറ്റ്സും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും വിളിക്കും, പക്ഷെ ഞാൻ പോവാറില്ല, അവരുടെ കൂടെ ഞാൻ പോവില്ല. പിന്നെ ആ സാധനം കഴിക്കണമെന്ന് ഒരു ആഗ്രഹം പോലും മനസ്സിൽ വരുന്നില്ല. അത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോകണല്ലോ, ഇപ്പോൾ ഉള്ളിൽ ഇപ്പോൾ അതിന് പോകണില്ല. പിന്നെ വീട്ടിൽ പ്രാർത്ഥന, പിന്നെ ബൈബിള് വായിക്കണ പണിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ബൈബിൾ വീട്ടിൽ 3-4 ബൈബിളുണ്ട്, ഷെൽഫിലിരിക്കും, നോക്കും. കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് ബൈബിൾ എല്ലാവരും കൂടി വായിക്കും, അത്ര തന്നെ. അല്ലാണ്ട് ഒരു പേഴ്സണലായിട്ട് ബൈബിൾ വായിക്കുക ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഉടമ്പടി തുടങ്ങിയത് തൊട്ട്
ദിവസം മിനിമം അരമണിക്കൂർ ബൈബിൾ വായിക്കും. പിന്നെ 15 ദിവസം കൂടുമ്പോൾ അതിന് ഡേറ്റ് ഫിക്സ് ആക്കിയിട്ട് സെക്കൻഡ് സാറ്റർഡേ, ഫോർത്ത് സാറ്റർഡേ ഈ 2 ദിവസം ഞാൻ കുമ്പസാരിച്ച് 5 ദിവസം കൂടുമ്പോൾ എന്തായാലും കുമ്പസാരിക്കും. പറ്റിയില്ലെങ്കിൽ ഒരു മാസം കൂടുമെങ്കിലും 5 ദിവസം കൂടുമ്പോൾ എന്തായാലും കുമ്പസാരിക്കും. എന്തെങ്കിലും പ്രശ്നമായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ കുമ്പസാരിക്കും. ആവുന്നത്ര ദിവസം ഇപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങില്ല. 8 മണിന് സമയം ഉണ്ടെങ്കിൽ അപ്പച്ചനും അമ്മയും എൻ്റെ ഭാര്യയും മക്കളും ഇരിക്കും. ഞാൻ വരുമ്പോൾ ലേറ്റാവും, ഓഫീസിൽ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റാവും, 9 മണി 10 മണിക്കാവും. പക്ഷേ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇതുവരെ മുടങ്ങിയിട്ടില്ല. പിന്നെ വേണ്ടത്ര അനുഗ്രഹങ്ങൾ, വേണ്ടത്ര ലൈഫിൽ വേണ്ടത്ര ചേഞ്ചസ്, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാത്തത്, അനാവശ്യമായി സംസാരിക്കുക, വേറെ മറ്റേ ഗോസിപ്പുകൾ ചെയ്യുക, ഇതൊന്നുമില്ല. ഒക്കെ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് തന്നെ ഒരു വേറെ ലെവലാണ്. വേറെ ലെവൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളില്ല, ചിന്തിക്കാറില്ല, ആലോചനകൾ, ഭാവനകൾ ഇതൊന്നും ഇപ്പോൾ വരാറില്ല. ഇങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫയൽ നിന്ന് അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനായ ഈശോ മിശിഹായ്ക്കും 1000 നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നാൽ വ്യക്തമായിട്ട് നമ്മളത് കേൾക്കുമ്പോൾ തന്നെ ഉടമ്പടി അത്രയും ഗൗരവത്തോടുകൂടി എടുത്തു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഈ ദൈവികമായൊരു ഇടപെടലിന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം കർത്താവ് പറയുന്നത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നതാണ്. ആദ്യത്തെ സുവിശേഷ പ്രഘോഷണമായിട്ട് കർത്താവ് ഈ ലോകത്തിൽ. അപ്പോൾ ആദ്യം മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ്. അതായത് ഫസ്റ്റ് എനിക്ക് ദൈവത്തിൻ്റെ ഒരു കൃപയുടെ ആവശ്യമുണ്ട്. ചിലപ്പോൾ അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഇനി ദൈവത്തിലേക്ക് തിരിയാനായിട്ട് എൻ്റെ ഒരു സമയമായി, അല്ലെങ്കിൽ ഇത് ദൈവത്തിലേക്ക് ഒരു പ്രശ്നം വരുമ്പം ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു ചേഞ്ച് ഉണ്ടാകണമല്ലോ. അപ്പം ഇതൊരു ദൈവത്തിലേക്ക് തിരിയാനുള്ളൊരു സമയമാണ്. അതിനൊരു കാരണമായിട്ട് മാത്രം ഒരു പക്ഷേ ആ ഫയൽ എങ്ങനെ കിട്ടിയെന്നുള്ളത് ഇപ്പോഴും ക്ലിയർ അല്ല. പക്ഷേ അത് ആ ഒരു നഷ്ടപ്പെടൽ, ആ ഒരു ടെൻഷനും ആ ഒരു ബുദ്ധിമുട്ടും എല്ലാം ഈ വ്യക്തിയുടെ ഒരുപക്ഷെ ആത്മാവിനെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ദൈവം അത് വിനിയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് റോമിൻ്റെ 8:28 പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കും. ഒരു പക്ഷേ നമ്മൾ ഒരു വിഷമിക്കുന്ന സാഹചര്യമാണെങ്കിലും പിന്നീട് ഇങ്ങനെ തിരിച്ചു നോക്കുമ്പം ചില കുട്ടികളിവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ OET തോറ്റതും എനിക്കിത് നഷ്ടപ്പെട്ടതും എല്ലാം ദൈവം നഷ്ടപ്പെടുത്തിയതുപോലെ തോന്നുന്നതക്ക വിധം ദൈവത്തിനെ കൂടുതൽ അനുഭവിക്കണം. അപ്പം അതിൻ്റെ പരിണിത ഫലം എന്തുകൊണ്ട് അത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിനെ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം ഈ ഒരു നഷ്ടപ്പെടൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം ദൈവ അനുഭവങ്ങളായിട്ട് മാറി. ഇപ്പോൾ ഒരു കുടുംബം മുഴുവൻ പ്രാർത്ഥനയിലേക്ക്, ഒരു ഗ്രഹനാഥനാണ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസ്തതയിൽ എടുക്കാവുന്നൊരു കാര്യമാണ്. ഒരു കുടുംബം മുഴുവൻ പ്രാർത്ഥനയിലേക്ക് വരുന്നു, വ്യക്തമായിട്ട് ഇപ്പോൾ സമയബന്ധിതമായിട്ടൊരു ടൈം ടേബിൾ, അത് കുമ്പസാരം എന്ന കൂദാശയ്ക്കാണെങ്കിലും ഉണ്ടാവുന്നു. വ്യക്തിപരമായിട്ടുള്ള ഒരു വിശദീകരണം, അതാണ് ഇപ്പം ഒരുപാട് സമയം വേസ്റ്റാക്കാതില്ല, അല്ലെങ്കിൽ ഒരു കൂടുതൽ നന്മകൾ ചെയ്യാൻ ശ്രമിക്കുന്ന നമുക്ക് പേഴ്സണലായിട്ടൊരു സാങ്ക്ടിഫിക്കേഷൻ വരുന്നു. ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് സാക്ഷ്യത്തിൻ്റെ അവസാനമാണ് പറയണത്. എല്ലാ സാക്ഷ്യങ്ങളും അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും അവസാനം അവർ പറയുന്നതാണ്. ഇപ്പോൾ ഷെൽഫിലിരുന്ന ബൈബിൾ തുറക്കപ്പെടുന്നു എന്നൊക്കെ പറയണത്, അല്ലെങ്കിൽ അരമണിക്കൂറിലേറെ ബൈബിൾ വായിക്കുന്നു എന്നൊക്കെ പറയണതും, ജീവിതത്തിൽ ഓരോ ദിവസവും ബലിയിൽ പറ്റുന്ന സാഹചര്യങ്ങൾ, ഓരോ സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ സാഹചര്യം അനുസരിച്ച് ബലിയിൽ പ്രയോറിറ്റി എപ്പോഴും ഈശോയിലേക്കും മാതാവിലേക്കും ലൈഫ് ക്രമീകരിച്ചു. അതിനുവേണ്ടി വ്യക്തമായൊരു ഡിസിഷനുണ്ട്. നന്മയില്ലാത്ത ചില ശീലങ്ങൾ പാടെ മാറ്റുന്നു. അപ്പം വ്യക്തിപരമായിട്ടൊരു മാനസിക പരിവർത്തനമെന്നോ അല്ലെങ്കിൽ ദൈവിക ഇടപെടലെന്നോ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം അത്ഭുതം നടക്കുന്നത് നിയോഗങ്ങളിലല്ല, വ്യക്തിയിലാണ്. അതാണ് സാക്ഷ്യങ്ങൾ സംഭവം. അപ്പോൾ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ദൈവത്തിലേക്ക് തിരിയുന്നു, ക്രിസ്തുവിലേക്ക് തിരിയുന്നു. ഈ തിരിയുവാനായിട്ട് പരിശുദ്ധ അമ്മ ആ നിയോഗങ്ങളെ വ്യക്തമായിട്ട് ഈശോയുടെ അഡ്രസ്സ് ചെയ്ത്, ഒരു പക്ഷേ സാധ്യതകളുള്ളതോ ഇല്ലാത്തതോ എന്തു തന്നെയാണെങ്കിലും വിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് അമ്മ ഇടപെട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവിതം ക്രമീകരിക്കാൻ നമ്മളും തയ്യാറാവണം. അതാണ് ഇവിടെ ഈ വ്യക്തി പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഫോർമുലയാണ്, അത് ദൈവികമായൊരു രഹസ്യമാണ്. ഈ രഹസ്യങ്ങളാണ് ഇവിടെ സാക്ഷ്യങ്ങളായിട്ട് നമുക്ക് മുൻപിൽ ഈശോയും മാതാവും കൂടെ ചേർന്ന് വെളിപ്പെടുത്തി തരുന്നതും. ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതിയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ പ്രതിയും ഒപ്പം ലഭിച്ച വിശ്വാസത്തിൻ്റെ വളർച്ചയെ പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.